അപ്പൊ നമ്മൾ എന്തിനും ശുക്രിന്റെ സുജൂദ് വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ചാൽ നിങ്ങൾ നോക്കിക്കോ, അള്ളാഹു നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആ ശീലമില്ലാതെ പോയി. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ഒരു സംഭവം ഇല്ലാതെ പോയി. നമ്മൾ അതുകൊണ്ട് എന്താണ് പിന്നെയും ദ്വാരുന്നോണ്ടേയിരിക്കുക. ദുആ ചെയ്യണം, എല്ലാം അള്ളാഹുവോട് തീർത്തും ദുആ ചെയ്യണം. അള്ളാഹുവേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം. ദുആ നിങ്ങൾ നിർത്തണ്ട, പക്ഷെ ദുആയേക്കാൾ കൂടുതൽ ശുക്ർ ചെയ്യണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും വലിയ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്ന് പറയല. ഏറ്റവും വലിയ പ്രാർത്ഥന അൽഹംദുലില്ലാ എന്ന്. എന്താ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് ശുക്രല്ലേ? അള്ളാഹുവിനാണ് സർവസ്തുതി എന്നല്ല പറഞ്ഞത്. അത് പറയാതെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയാകില്ല എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശുക്രിന്റെ ലോകത്തിലൂടെ കുടുംബിനികൾ കടന്നു പോകണം. ആ ശുക്രിന്റെ സുജൂദിൽ നിങ്ങൾ ഓരോ സന്ദർഭത്തിലും ഇനി ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം തന്ന, അപ്പൊ അള്ളാഹു ഇങ്ങനെ വിദ്യാഭ്യാസത്തിനുള്ള വഴികൾ തുറന്നു കൊടുക്കും. നമ്മളെ മക്കളെ ഇനി ചിലപ്പോൾ കേരളത്തിലല്ലാതെ നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഇവിടുന്ന് കുറെ ആൾക്കാർ പുറത്തൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ പുറം യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ കുട്ടികളെ അയക്കണം, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. അല്ലാതെ ഇവിടെ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ പഠിപ്പിക്കണം എന്നല്ല. പ്രിയപ്പെട്ട മമ്മു സാർ ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഫറൂഖ് കോളേജിൽ എല്ലാ വർഷവും പോകാറുണ്ട്. ഞാനതാ ചോദിച്ചത്, നിങ്ങൾ എന്നാ അവിടുന്ന് പിരിഞ്ഞത്? അപ്പോൾ അദ്ദേഹം പിരിയുമ്പോൾ തന്നെ ഞാൻ ആകെ ഡിഗ്രിക്ക് പഠിക്കണുള്ളൂ. അതുകൊണ്ടാണ് 98 എൻ്റെ ഡിഗ്രി കഴിയുന്നത്. 99 എൻ്റെ ഡിഗ്രി കഴിയുന്നത്. അപ്പം അതുകൊണ്ട് അതിന് മുമ്പൊക്കെ മൂപ്പരെന്താക്കി അവിടുന്ന് പോന്നിട്ടുണ്ട്. ഫറൂഖ് കോളേജ്, PSMO കോളേജ് എല്ലായിടത്തും നിങ്ങൾ ജോയിൻ ചെയ്തോ. പക്ഷെ ഞാൻ ഇന്നത്തെ തലമുറയുടെ കുട്ടികളോട് പറയാം, ഒന്ന് വിദേശ രാജ്യത്ത് പോയി പഠിക്കുക എന്നത്. ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികൾ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അതിനു വേണ്ടി തയ്യാറാക്കുക. വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക്. എന്താ വിദേശ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത? അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ കുറച്ച് പണിയാണ്. സാധാരണ ആപ്പകൂപ്പ യൂണിവേഴ്സിറ്റിക്കല്ല ഞാൻ പറഞ്ഞത്. UK എന്നും പറഞ്ഞാണ് കുട്ടികളെ അങ്ങോട്ട് കയറ്റാണ്. UK അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് 100-300 വിദ്യാർത്ഥികളുണ്ട്. നമ്മൾ വഴി പോയത് ഒരാളിൽ നിന്നും 1000 രൂപ പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ എന്നെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയല്ല, ഇതൊക്കെ ലൈവായിട്ട് കുട്ടികൾ കേൾക്കുന്നുണ്ടാവും. ഒരാൾക്കും പറയാൻ പറ്റില്ല എന്ത് ലണ്ടൻക്ക് അയച്ചിട്ട്, ഓസ്ട്രേലിയക്ക് അയച്ചിട്ട്, അല്ലെങ്കിൽ അതിന് വഴികൾ പറഞ്ഞു കൊടുത്തിട്ട് 1000 രൂപ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. കുട്ടികൾ ഉയർന്നു പോകട്ടെ എന്നേ ഉള്ളൂ. ഇന്ന് UK KMCCയുടെ പ്രസിഡന്റ് സഫീർ അടക്കം എൻ്റെ വിദ്യാർത്ഥികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെയൊക്കെ പോയിട്ട് പഠിക്കും. പക്ഷെ അവിടെ 4 തട്ടിൽ ക്യാമ്പസ് ഉണ്ട്. ഇതറിയാതെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കുന്നത്. അതൊരു വലിയ ദുരന്തമാണ്. കണ്ടമാനം പൈസ ആൾക്കാർക്കും കൊടുത്തിട്ട് കയറാൻ. ചില ആൾക്കാർ പരസ്യവാചകം കൊടുത്തിരിക്കുകയാണ്, അയൽസ് വേണ്ട, നിങ്ങൾ അഡ്മിഷൻ നേടിക്കോളൂ. അയൽസ് വേണ്ട എന്നാരാ പറഞ്ഞത്? UK 4 ടൈപ്പ് ഗ്രേഡ് ഉണ്ട്. ഒന്ന് നോക്കിക്കോ. ഒന്നാമത്തത് ബ്രിക്സ് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്ന സാധനം, അല്ലെങ്കിൽ റെഡ് ബ്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റോയൽ ക്യാമ്പസ് എന്ന് പറയാം. അത് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ കാംബ്രിഡ്ജ് ഉണ്ട്, ഓക്സ്ഫോർഡ് ഉണ്ട്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഉണ്ട്, അപ്പുറത്തേക്ക് പോയ യേല യൂണിവേഴ്സിറ്റി ഉണ്ട്, ന്യൂയോർക്കിലേക്ക് പോയ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട്. അമേരിക്കയിൽ തന്നെ കുറേ ഹാർവാർഡ് ബിസിനസ് സ്കൂളുണ്ട്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇതൊക്കെയുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അപ്പം നിങ്ങൾക്ക് തോന്നും അവിടെയൊക്കെ ഇപ്പം നമുക്ക് എത്താൻ പറ്റുമെന്ന്. പിന്നെ അവിടെ ജിന്നുകളാണ് പഠിക്കുന്നത്, മനുഷ്യന്മാരെന്നല്ലേ പഠിക്കണത്? മനുഷ്യന്മാർ തന്നെയാണ് അവിടെയൊക്കെ പഠിക്കുന്നത്. പക്ഷെ അവിടെ അഡ്മിഷൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അഡ്മിഷൻ കിട്ടാൻ തന്നെ മനുഷ്യൻ കുറച്ച് മെനക്കെടണം. ആദ്യം സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കണം, എന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യണം. ഇങ്ങനെ പണിയെടുത്ത് 2 കൊല്ലം കഴിഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടുള്ളൂ. അല്ലാതെ ഇങ്ങനെ പോയിങ്ങാണ്ട് മാർക്കോട് കൂടിയാണ്ട് പോയാലൊന്നും അവിടെ അഡ്മിഷൻ കിട്ടൂല. അവിടേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ ഒരു കാര്യം ആവർത്തിച്ചു പറയാണ്, ഇവിടെ മഫ്ത വേണോ വേണ്ടയോ എന്നൊക്കെ ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല ഇടാൻ. പക്ഷെ യൂറോപ്പിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ കൊണ്ട് മഫ്ത അയപ്പിക്കൂല കേട്ടോ. മഫ്ത അയപ്പിക്കൂല എന്ന് മാത്രമല്ല, അങ്ങനെ കെട്ടിപ്പോകുന്ന കുട്ടികൾക്ക് പ്രത്യേക പ്രിഫറൻസ് ആണ്. ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത്, നമ്മളെ വിദ്യാർത്ഥികൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമീദ് ഭായ്, അദ്ദേഹത്തിൻ്റെ മകൾ മോൾഡോവയിൽ MBBS ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിൻ്റെ രാജ്യമാണ്. അവൾ കഴിഞ്ഞ ഈ റമദാനിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ മഫ്തിയും പർദ്ദയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേക ലൈനാണ്, എല്ലാവരും മുന്നേക്ക് വിടും, കാരണം ഞങ്ങൾക്ക് വലിയൊരു മഹത്വമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല ലോകത്തിൽ ഇസ്ലാമിനെ കാണുന്നത്. അത് നമ്മളെ വടകര പാലം കടക്കാത്ത ആൾക്കാർ പലതും പറയും, അല്ലെങ്കിൽ ക്ലവർലി ചിലപ്പോൾ മറ്റു പല രാജ്യത്തിലിരുന്ന് പറയുന്നതൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ്. അതൊന്നും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ തലയിലേക്ക് കയറരുത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടികൾക്കും കോൺഫിഡൻസ് നഷ്ടപ്പെടരുത്. ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ അവരുടെ ഷിയാറും കൊണ്ട് നടക്കട്ടെ, അവരുടെ ചിഹ്നം കൊണ്ട് നടക്കട്ടെ, അത് നമുക്ക് അനുകൂലിക്കാം. കാരണം അവരുടെ മതാചാരപ്രകാരം അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നടക്കാം. പക്ഷെ എല്ലാവരും സൗഹാർദ്ദത്തിലെ മാത്രമേ കഴിയാവൂ, സ്നേഹത്തിൽ മാത്രമേ കഴിയാവൂ. അല്ലാതെ തൊപ്പിട്ട ഒരാൾ കുറിയിട്ട ഒരാളോടും കുറിയിട്ട ഒരാൾക്ക് തൊപ്പിട്ട ഒരാളോടും ദേഷ്യം തോന്നാൻ പാടില്ല. എല്ലാവരെയും സ്നേഹിക്കണം നമ്മൾ.
ലോകരാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ അത്തരം യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കും. അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്കെങ്കിലും നമ്മുടെ കുട്ടികളെ വിട്. വലിയ വലിയ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അവിടെയൊക്കെ സ്റ്റൈപ്പൻഡ് ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഉണ്ട്. ഒരു കൊല്ലം നമ്മുടെ കുട്ടികളൊന്ന് മെനക്കെട്ടാൽ, മലയാളി കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾ? മലയാളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രോഡനിങ് ആണ്. എന്താണ്? ഏത് കാര്യവും ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന മൾട്ടി ടാസ്ക് ഉള്ള കുട്ടികളാണ് മലയാളികൾ. മൾട്ടി ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വ്യത്യസ്തമായ കഴിവുകളുണ്ട് മലയാളികൾക്ക്. അത് പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്, ഹെറിഡിറ്ററിയുടെ പ്രത്യേകതയാണ്, നമ്മുടെ കൾച്ചറിന്റെ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. മലയാളികളാണ് പലയിടത്തും. നിങ്ങളുടെ കയ്യിലുള്ള ഗൂഗിൾ എന്ന് പറയുന്ന സാധനങ്ങൾ എല്ലാറ്റിനും ഗൂഗിളല്ലേ നോക്കുക. ഗൂഗിൾ എന്ന് പറയുന്ന സാധനം, ആ ഗൂഗിൾ എന്ന് പറയുന്നതിന്റെ കമ്പനിയുടെ മദർ കമ്പനി ആൽഫബറ്റ് കമ്പനിയാണ്. അതിന്റെ CEO പോലും ഒരു ഇന്ത്യക്കാരനാണ്. സുന്ദർ പിച്ചൈ എന്ന് പറയുന്ന തമിഴ്നാട്ടുകാരനാണ്. എന്താ അവിടെ ഒന്നും ആളില്ലായിട്ടാണോ? ലോകത്തിൽ ഒട്ടുമിക്ക കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്നത് മലയാളികളും തമിഴന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥലത്തിൽ നല്ല ശ്രദ്ധാപൂർവം പോയാൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഉയരാൻ പറ്റും. ഇപ്പൊ വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക്, അതും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുള്ളതല്ല, നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മളെ കുട്ടികളെ കയറ്റാൻ പറ്റുമെങ്കിൽ UK, US, കാനഡ, ഓസ്ട്രേലിയ, ഈ പറയുന്ന രാജ്യത്തിലെ ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റിയിലേക്കായിരിക്കണം ഇനി പാറക്കടവിന്റെ മക്കൾ കടന്നു പോകേണ്ടത്. 100-ലേറെ രാജ്യക്കാർ പഠിക്കുന്ന ക്യാമ്പസിലേക്ക്. അതിന് ഉമ്മമാർക്കാണ് ഈ ചിന്തകളൊക്കെ ഉണ്ടാകേണ്ടത്. ഞാൻ മുമ്പ് സംസാരത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ പ്രിയപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ എൻ്റെ സംസാരത്തിലൂടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, പല ആളുകളുടെയും സംസാരത്തിലൂടെ കേട്ടിട്ടുണ്ടാവും. അവരുടെ ഉമ്മയൊക്കെ അങ്ങനെ പറഞ്ഞയച്ചതാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരന്റെ അന്നത്തെ ഭരണാധികാരിയുടെ നേരെ നോക്കിയിട്ട്, മിസ്റ്റർ ജോർജ്, if you ask about my religion, firstly, secondly, finally, I'm a Muslim, I'm a Muslim, I'm a Muslim, Mr. George. If you ask about my nation, firstly, secondly, finally, I'm an Indian എന്ന് പറഞ്ഞുകൊണ്ട് അതിമനോഹരമായി പ്രസംഗിച്ചത് ഒരു മാതാവ് തയ്യാറാക്കി വിട്ടത് കൊണ്ടാണ്. അത് യത്തീമായി വളർന്ന മോനാണ്. പക്ഷെ പഠിപ്പിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചത്. അന്ന് 930 മുമ്പ് 31 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 1931 മൗലാന മുഹമ്മദ് അലി ജൗഹർ മരിക്കുന്നുണ്ട്, ഈ ലോകത്തോട് വിട പറയുന്നില്ല. അതിനു മുമ്പേ പ്രിയപ്പെട്ട മാതാവാണ്. അതും ഖുർആൻ രാത്രിയിൽ ഇരുന്നിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാമ ഇക്ബാൽ പുറത്തുപോയി പഠിച്ച ആളാണ്. സർ ഐസക് ന്യൂട്ടനും അല്ലാമ ഇക്ബാലും ഒരേ ക്യാമ്പസിലാണ് പഠിച്ചത്. ഇന്ത്യയുടെ അന്നത്തെ ഏറ്റവും വലിയ 1936 അല്ലാമ ഇക്ബാൽ മരിക്കുന്നുണ്ട്. അതുകൊണ്ട് വിഭജനവും അദ്ദേഹത്തെ ഒന്നും പറയണമെന്നുള്ള നിങ്ങൾ ചിന്തിച്ച് പറഞ്ഞാൽ മതി. 36 മരിക്കുന്നുണ്ട് ഇക്ബാൽ. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അന്ന് ഉമ്മമാര് തയ്യാറാക്കി വിട്ട ആളുകളാണ്. ഇങ്ങനെ കുറെ ആളുകൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെ അദ്ദേഹത്തിന്റെ മാതാവും പിതാവുമാണ് വിട്ടത്. ഇങ്ങനെ ഒരുപാട് ആളുകളെ അത്തരം യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇനി അതിന്റെ ഒരു കാലമാണ്. ഇനി നിങ്ങൾ മത്സരിക്കേണ്ടത്. ഇപ്പൊ കച്ചവടം ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ധാരണ എന്താ? കുട്ടികൾക്ക് അനങ്ങിയ +2 കഴിയുക അല്ലെങ്കിൽ SSLC കഴിയുക, നേരെ ദുബായി പോവുക, കച്ചവടം ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ദുബായിക്കാണ്ട് കയറി ചെന്നാല് അവിടെ അതീവ എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റിയ സാധനമേ ഉള്ളൂ. ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ 30-40 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സാധനം 4-5 കൊല്ലം കൊണ്ട് ബൈജൂസ് ആപ്പിനെ പോലുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോകത്തിലെ വലിയ വലിയ മാഗസിനൊക്കെ ഇപ്പോൾ എഡ്യൂക്കേഷനുള്ള ആൾക്കാരെങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വേറുള്ള കച്ചവടമൊന്നും ചെയ്യേണ്ടെന്നല്ല. എഡ്യൂക്കേഷനുള്ള ആളുകളായി എഡ്യൂക്കേഷനോട് കൂടി ബിസിനസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഗ്രോ ചെയ്യും. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ചക്കക്കുരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ചക്കക്കുരു കിട്ടിയാൽ നമ്മളെന്താ ചെയ്യൽ? ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് സംസാരിച്ചു. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ ചക്കക്കുരു എന്ന് പറഞ്ഞ സാധനം. ഈ ചക്കക്കുരു എന്താ ചെയ്യുക? നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിടും, അതങ്ങനെ ഉണങ്ങിപ്പോവും. പക്ഷെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് എടുത്തിട്ട് അത് ക്യാൻസറിന്റെ മെഡിസിൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് കയറ്റിയേക്കാൻ എൻ്റെ ഈ സുഹൃത്തിന് സാധിക്കുന്നതേ അവൻ ആ വഴിയിൽ ഒരുപാട് പഠിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒന്നും ചക്കക്കുരു കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ കൊടുത്ത് അവൻ IIM-ലെത്തട്ടെ, അവൻ വിദേശ രാജ്യങ്ങൾ പോയി പഠിക്കട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള IIT-ലോ IIM-ലൊക്കെ പോയി പഠിക്കട്ടെ. അങ്ങനെ പഠിച്ചാൽ ബിസിനസ്സിൽ പോലും ഒരു ഗ്രോത്ത് ഉണ്ടാവും. പഴയത് ഇപ്പം മലയാളികൾ ചെയ്യുന്ന ബിസിനസ് എന്താ കൂടുതലും? ഒന്നുകിൽ ടീ ഷോപ്പ്, അല്ലെങ്കിൽ ഹോട്ടൽ, അല്ലേ, അല്ലെങ്കിൽ ഗ്രോസറി. ഇതൊക്കെയല്ലേ ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബ്രാൻഡിങ് എന്താണെന്നറിയണം, സ്ട്രാറ്റജി എന്താണെന്നറിയണം, എന്താണ് ഫണ്ടിങ്, എന്താണ് ഏഞ്ചൽ ഫണ്ട് എന്നറിയണം. ഏഞ്ചൽ ഫണ്ട് അറിയണം എന്നുണ്ടെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനനുസരിച്ച് ഇതിനെങ്ങനെ വളർത്തുന്നറിയണം. അങ്ങനെ ആ ഒരു വലിയ കമ്പനി അത് ഏറ്റെടുക്കുന്നത് വരെ കൊണ്ടുപോകണം.